കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലേക്കാണ് ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗിലേക്കാണ് പോകുന്നത്. ഈ സംഭവത്തിൽ പരാതിക്കാരൻ പ്രിൻസിപ്പൽ തന്നെ എന്ന സുപ്രധാന വിവരമാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കൊച്ചി DCPക്കാണ് പ്രിൻസിപ്പൽ പരാതി നൽകിയത്. ഹോളി ആഘോഷത്തിൽ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ വ്യക്തമാണ്. ലഹരി മരുന്ന് വാങ്ങാൻ പണപ്പിരിവ് നടക്കുന്നതായും പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പരാമർശമുണ്ട്. ഈ പരാതിയുടെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കേസിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടി പിടിയിലായിട്ടുണ്ട്. ഷാരിഖിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഷാരിഖിനെയും ചോദ്യം ചെയ്യുന്നത്. ആഷിഖ് കോളേജിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥിയാണ്. കോളേജ് ഹോസ്റ്റലിലെ സ്ഥിര സന്ദർശകനായിരുന്നു പ്രതി ആഷിഖ്. ഈ പ്രതി ഓഫർ നൽകിയാണ് കഞ്ചാവ് വിറ്റഴിച്ചത് എന്നും വിവരമുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായ ആകാശ് നിരപരാധിയാണെന്ന് സഹോദരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയവരെ കണ്ടവരുണ്ടെന്നും പിള്ളേർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ റൂമിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ്റെ റൂമിൽ വേറെയും പിള്ളേർ അവൻ്റെ റൂമിലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവം എന്നല്ല. പക്ഷേ അവൻ്റെ ബ്ലഡ് റിസൾട്ട് അതെല്ലാം അവൻ ഒന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമുണ്ട്. FIR ഉണ്ട്. എല്ലാം അവൻ ഇതിനെ നിരപരാധിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുമുണ്ട്. പക്ഷേ ഇനിയും എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ വലിയ വിഷമത്തിലാണ്. കാരണം അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവനല്ല. ഓക്കെ, പിടിയിലായിട്ടുള്ള ആകാശിന്റെ സഹോദരിയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സംഭവത്തിന്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ്. സഹിൻ, പരാതിക്കാരൻ പ്രിൻസിപ്പൽ തന്നെ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമാകുന്നു. ഒപ്പം തന്നെ എങ്ങനെ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തി, ആ ചോദ്യത്തിനും ഉത്തരമാവുകയാണ്. വിവരങ്ങൾ സേതു അതുതന്നെയാണ്. അതായത് 12-ാം തീയതിയാണ് പ്രിൻസിപ്പൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി കൊച്ചി DCPക്ക് നൽകുന്നത്. ആ പരാതിയിൽ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് വരുന്ന 14-ാം തീയതി വെള്ളിയാഴ്ച ഈ കോളേജിൽ, അതായത് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഹോളി ആഘോഷങ്ങൾ നടക്കും. അന്നേ ദിവസം അനിയന്ത്രിതമായി ലഹരിമരുന്നിന്റെ ഉപയോഗം നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മദ്യം, കഞ്ചാവ് കൂടാതെ മറ്റ് ലഹരിമരുന്നുകൾ എന്ന് അദ്ദേഹം എടുത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലെറ്റർ പാഡിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനായി ഒരു പണപ്പിരിവ് നടക്കുന്നതായും ഈ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൊച്ചി DCPക്ക് നൽകിയ പരാതിയിൽ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എന്തായാലും പ്രിൻസിപ്പലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്ന് പരിശോധന നടത്തുകയും പിറ്റേ ദിവസം പുലർച്ചയോടുകൂടി 2 കിലോയിലധികം കഞ്ചാവ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടുകയും എല്ലാം ചെയ്തു. സാധാരണ ആ ക്യാമ്പസിന്റെ നിയന്ത്രണം തന്റെ പക്കൽ നിന്നും നഷ്ടമാകുന്നു, ലഹരി മാഫിയ ക്യാമ്പസിൽ പിടിമുറുക്കുന്നു എന്ന് വ്യക്തമായതോടെയാണ് ആ പ്രിൻസിപ്പലിന് ഇത്തരത്തിലുള്ള ഒരു പരാതി പോലീസിന് നൽകേണ്ടതായി വന്നത്. മാത്രമല്ല ഇതിൽ പിടിയിലായത് തുടക്കത്തിൽ 3 വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി കൂടി പിടിയിലായിരിക്കുകയാണ്. ആഷിഖ് എന്ന് പറയുന്ന ആലുവ സ്വദേശിയാണ് പിടിയിലായത്. ആ കോളേജിൽ നിന്നും ഔട്ടായ ഒരു വിദ്യാർത്ഥിയാണ് ഈ പിടിയിലായിരിക്കുന്ന ആഷിഖ്. കൂടാതെ ഷാരിഖ് എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവർ കാലങ്ങളായി കഞ്ചാവ് ഈ ക്യാമ്പസിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികളിൽ വിൽപ്പന നടത്തുന്നവരാണെന്ന് പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾ കഞ്ചാവ് വിൽപ്പന നടത്തുമ്പോൾ അതിൽ ചില ഓഫറുകൾ നൽകിയിരുന്നു. 500 രൂപയുടെ കഞ്ചാവ് വാങ്ങുമ്പോൾ ആദ്യമേ തന്നെ 300 രൂപ നൽകിയാൽ മതി, 500 രൂപയുടെ പാക്കറ്റ് കഞ്ചാവായിരിക്കും നൽകുക. അത്തരത്തിലുള്ള ഓഫറെല്ലാം നൽകിയാണ് വിദ്യാർത്ഥികൾ കഞ്ചാവ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും പുറത്തു വരുന്നത്. ആഷിഖിന്റെ അറസ്റ്റോടുകൂടി കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടെ SFI എന്ന് പറയുന്ന സംഘടന പോലീസിനെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പോലീസിനെതിരെ പരാതി നൽകുക. ആ പരാതിയിൽ തന്നെ പറയുന്നത് നിരപരാധികളെ പോലീസ് പ്രതിയേർക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം, വളരെ വേഗത്തിലുള്ള അന്വേഷണം, വളരെ വേഗം തന്നെ പ്രതികളിലേക്ക് എത്തുന്നു പോലീസ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു കോളേജ് ക്യാമ്പസിൽ നിന്ന്, ഹോസ്റ്റലിൽ നിന്ന് ഇത്രയും ലഹരി പിടികൂടി എന്നുള്ളത്, അതിന്റെ സോഴ്സ് അറിഞ്ഞ പോലീസിന് മതിയാവുകയുള്ളൂ. ഫലപ്രദമായ അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾ കൂടുതൽ പിടിയിലായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.